നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ ഒരു മൊബൈൽ ഫോൺ വന്നിരുന്നു. അതിൻ്റെ കംപ്ലയിൻറ്റ് അത് ചാർജിങ് കണക്ടർ കംപ്ലയിൻ്റ് ആയിട്ട് ഒരു ഷോപ്പിൽ നന്നാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അവിടെ നന്നാക്കി കൊടുത്ത് തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചാർജൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. മൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ സാധിക്കും. നമ്മൾ അങ്ങോട്ട് പറയുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. അത് മൈക്ക് കംപ്ലയിൻ്റ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ ചാർജിങ് കണക്ടർ മാറ്റിയപ്പോൾ മൈക്ക് എങ്ങനെയാണ് കംപ്ലയിൻറ്റ് വന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളിൽ കോമൺ ആയിട്ട് വരുന്നൊരു പാർട്സാണിത്. ഇതിന് CC ബോർഡ് അല്ലെങ്കിൽ സബ് PCB എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് ചാർജിങ് പോർട്ട്. ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് മൈക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്നതാണ് മൈക്ക്. അപ്പോൾ ചാർജിങ് കണക്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മൈക്കിലേക്ക് ആ ഹീറ്റ് വരും. ഈ മൈക്ക് ഡാമേജ് ആവും. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണെങ്കിൽ മാത്രമേ ഈ മൈക്ക് പോവാതെ ഈ ചാർജിങ് കണക്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്ത ഒരു ടെക്നീഷ്യനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ മൈക്ക് ഉറപ്പായിട്ടും പോകും. അത് പോയി കഴിഞ്ഞാലും അവർ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ ചാർജിങ് കണക്ടർ വഴി ചാർജ് കയറുന്നുണ്ടെന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് ഫോൺ നമുക്ക് തിരിച്ചു തരും. പക്ഷേ നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഫോണിൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടാകത്തില്ല. അപ്പോൾ ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ തിരികെ കൊണ്ടുപോയിട്ട് ഈ സാധനം മൊത്തത്തിൽ മാറ്റി വേറെ വെക്കാൻ പറയുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.